ഇപ്പോൾ കോൺഗ്രസ് അല്ല കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്നത് നമുക്കറിയാം. പക്ഷേ കോൺഗ്രസിൻ്റെ ആ നയത്തോട് പൂർണ്ണ യോജിപ്പുള്ളവരാണ് ഇപ്പോൾ അധികാരത്തിലിരിക്കുന്ന BJP. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ കോൺഗ്രസ് നടപ്പിലാക്കിയ നയം അതിതീവ്രമായി BJP ഇവിടെ നടപ്പാക്കുകയാണ്. അതിൻ്റെ ഫലമായി കൃഷിക്കാർക്കുള്ള സബ്സിഡികൾ എടുത്തു കളയുന്നു. കൃഷിക്കാർക്ക് നൽകിയിരുന്ന ഒട്ടേറെ ആനുകൂല്യങ്ങൾ അത് ഒഴിവാക്കുന്ന അവസ്ഥ വരുന്നു. വൈദ്യുതി ഇളവുണ്ടായിരുന്നു, അത് ആവശ്യമില്ല എന്ന നിലപാടിലേക്ക് എത്തുന്നു. ഇതിനേക്കാളെല്ലാം ഏറ്റവും വലിയ ആഘാതം കാർഷിക രംഗം കോർപ്പറേറ്റുകളുടെ കൈകളിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങളാണ്. കർഷക വിപണി കോർപ്പറേറ്റുകളെ ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു. സംഭരണമടക്കം സ്വകാര്യവൽക്കരിക്കപ്പെടുന്നു. എല്ലാ അർത്ഥത്തിലും കോർപ്പറേറ്റുകൾക്ക് വലിയ തോതിലുള്ള സൗകര്യങ്ങൾ. നമുക്കറിയാം, കർഷകരെടുക്കുന്ന വായ്പ പല ഘട്ടത്തിലും വായ്പ കൃത്യമായി തിരിച്ചടക്കാനാവില്ല. അതിന് കാരണം കാർഷിക വിളകൾക്ക് ന്യായമായ വിലയില്ല, താങ്ങുവില പ്രഖ്യാപിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ കർഷകർ ഇതിൻ്റെ എല്ലാം ഫലമായി വലിയ ദുരിതമനുഭവിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു. ഇതിൽ സഹികെട്ടാണ് ഡൽഹിക്ക് സമീപം വലിയ പ്രക്ഷോഭം കർഷകർ ആരംഭിച്ചത്. എല്ലാവരും യോജിച്ച് നടത്തിയ പ്രക്ഷോഭം. ആ പ്രക്ഷോഭം കേന്ദ്ര ഗവൺമെൻറ് വളരെ നിസ്സാരമായിട്ടാണ് കണ്ടത്. എന്നാൽ പ്രക്ഷോഭം അനുദിനം ശക്തിപ്പെട്ടു വന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുത്തവരുടെ നേരെ വാഹനമോടിച്ചു കയറ്റി ആളെ കൊല്ലുന്ന അവസ്ഥയടക്കമുണ്ടായി. ഒന്നിലും പതറാതെ വലിയ സ്ഥൈര്യത്തോടെ കർഷകർ മുന്നോട്ട് പോയി. ഒന്നിൻ്റെ മുന്നിലും ഞങ്ങൾ മുട്ടുകുത്തില്ല, ഞങ്ങൾ നിശ്ചയിച്ച വഴിയെ മുന്നോട്ട് പോകും, ആർക്കും ഞങ്ങളെ തടയാനാകില്ല. ഇതായിരുന്നു RSSൻ്റെ നേതൃത്വത്തിലുള്ള BJP നേതൃത്വം കൊടുക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഹുങ്ക്. അതിന് ആദ്യമായി തിരിച്ചടിയേറ്റു. കർഷകരുടെ മുന്നിൽ മുട്ടുകുത്തേണ്ടി വന്നു. കർഷകരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കേണ്ടി വന്നു. പക്ഷേ ഇപ്പോഴും കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് പറയാനാവില്ല. അതേ അവസ്ഥ തുറന്നു പോവുകയാണ്.